ഒരു ഫ്രെയിം എന്ന് പറയുന്നത് നിങ്ങൾ വ്യൂ ഫൈൻഡറിലൂടെ നോക്കിയിട്ട് ഫോട്ടോ എടുക്കുന്ന ദീർഘചതുരത്തിലുള്ള അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള അതിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ ഷൂട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ദീർഘചതുരാകൃതിയിലുള്ള പല ഒബ്ജക്റ്റുകൾ ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു ഫ്രെയിമിനെയാണ് ഫോട്ടോഗ്രാഫിയിലെ ഫ്രെയിം എന്ന് പറയുന്നത്. ദീർഘചതുരാകൃതിയിലാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള വസ്തുക്കളെയൊക്കെ കൂടി ഒരു ഏരിയയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചിത്രം പകർത്തിയെടുക്കുന്ന രീതിയാണിത്. ഒരു ഫ്രെയിം അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ കാണുന്ന ദീർഘചതുരാകൃതിയിലുള്ള ആ ഒരു ഫ്രെയിം. ഓക്കെ, ആ ഫ്രെയിം അതിനകത്ത് നിങ്ങൾ കാഴ്ചക്കാരനെ സമർപ്പിക്കുമ്പോൾ അയാളുടെ 5 സെക്കൻഡ് അല്ലെങ്കിൽ 1 സെക്കൻഡ് നേരത്തേക്ക് നിങ്ങളൊരു വാല്യൂ കൽപ്പിച്ചിരിക്കണം. ആ വാല്യൂ അയാൾ ആ ഒരു സെക്കൻഡ് നേരം നോക്കുന്ന ആ ഒരു നോട്ടത്തിൽ അയാൾക്ക് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കണം. നമ്മളത് തിരിച്ച് ഫോട്ടോഗ്രാഫറിൻ്റെ സൈഡിലൂടെ ഒരു വ്യൂ പോയിൻറ്റിലൂടെ പറയുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോഗ്രാഫിൽ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, വിഷയം എന്നതുകൊണ്ട് അതൊരു വിഷ്വൽ ബ്യൂട്ടി ആകാം, അല്ലെങ്കിൽ ഒരു സന്ദേശമാകാം, ഒരു എന്താ പറയുക ഒരു ഓർമ്മപ്പെടുത്തലാകാം. അങ്ങനെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങളുടെ ഫ്രെയിം ഒരു വിഷയം കൈകാര്യം ചെയ്തിരിക്കണം. ഒരു വിഷയം അതിനകത്ത് നമുക്ക് പ്രകൃതി എന്നുള്ള വിഷയം എടുക്കാം, അല്ലെങ്കിൽ ദാരിദ്ര്യം എന്നുള്ള വിഷയം എടുക്കാം, ഭൂമി എന്നുള്ള വിഷയം എടുക്കാം, അന്തരീക്ഷം എന്നുള്ളതെടുക്കാം. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഏത് വിഷയം നിങ്ങളെടുത്താലും നിങ്ങളുടെ ഫ്രെയിമിനകത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു വിഷയം അത് കൈകാര്യം ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫർ ആകുന്നത്. അറിയാതെ വന്ന് വിട്ടുപോകുമ്പോൾ അത് നിങ്ങളുടെ എന്താ പറയുക ഒരു അബദ്ധം മാത്രമായി മാറും. ചില അബദ്ധങ്ങൾ നല്ലതാണ്. ശിക്കാരി ശംഭുവിൻ്റെ കഥകൾ വായിച്ചവർക്കറിയാം, പല അബദ്ധങ്ങളും നല്ലതിനാവാറുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് വീണ്ടും വീണ്ടും പല പ്രാവശ്യം നമുക്ക് ആവർത്തിക്കാൻ സാധിക്കും. അബദ്ധം പറ്റിപ്പോകുന്നത് പലപ്പോഴും നിങ്ങൾക്ക് എന്താ പറയുക ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മുയലിൻ്റെ തലയിൽ ചക്ക വീഴുന്നത് പോലെ 1 or 2 പ്രാവശ്യം സംഭവിച്ചേക്കാം. എല്ലാ സമയത്തും അത് സംഭവിക്കണം എന്നില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഫോട്ടോഗ്രാഫിൽ വിഷയം എങ്ങനെ കാഴ്ചക്കാരൻ ഇതിൽ നിന്നും എന്ത് വായിച്ചെടുക്കണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അതിന് കഴിവില്ലെങ്കിൽ പലപ്പോൾ 1 or 2 പ്രാവശ്യം നിങ്ങൾ എടുത്ത ഫോട്ടോസ് വളരെയധികം ജനപ്രീതി നേടിയേക്കാം. പക്ഷേ അതിനുശേഷമുള്ള ഫോട്ടോസ് വളരെ 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 ശോകമായിരിക്കും. കാര്യങ്ങൾ ഒരിക്കലും ആരും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഫോട്ടോഗ്രാഫർ ആയിരിക്കും നിങ്ങളുടെ ക്യാമറയിൽ നിന്നും നിങ്ങൾക്ക് മറ്റുള്ളവർക്കായിട്ട് നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഈ അബദ്ധങ്ങളിൽ കിട്ടുന്ന ഫോട്ടോഗ്രാഫി നിങ്ങൾ പല സിനിമാ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ പല സംവിധായകരും വളരെയധികം ഫേമസ് ആവുന്ന ഒറ്റ സിനിമ ഉണ്ടായിരിക്കും. പക്ഷേ അതിനുശേഷം വരുന്ന സിനിമകളൊന്നും തന്നെ അവരുടേത് ഒരു വിധത്തിലും ഫേമസ് ആവാറില്ല. പലതും പരാജയപ്പെട്ടു പോകാറാണുള്ളത്. അതുപോലെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി മേഖലയിൽ പല വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സും ചില സമയത്ത് ഒറ്റ ഫോട്ടോ കൊണ്ട് വളരെയധികം ഫേമസ് ആവും. പക്ഷേ അതിനുശേഷം അവരുടെ ഫോട്ടോസൊന്നും തന്നെ ആരും ശ്രദ്ധിക്കാറില്ല. ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിലവാരം കുറഞ്ഞ ഫോട്ടോസാണ് അവരെടുത്ത് കൊടുക്കാറുള്ളത്. ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു ആക്സിഡൻ്റൽ റിസൾട്ട് മാത്രമാണ് അവർക്ക് അതിൽ നിന്നും കിട്ടിയിരുന്നത്. അത് അവരുടെ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ ഉണ്ടായതല്ല. അവർക്ക് ഒരു ആക്സിഡൻ്റലായി കിട്ടിയ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സിനിമയായിരുന്നു അതിനുശേഷം അവർക്ക് അതേപോലെ റീക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് കഴിവില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും അപകടങ്ങൾ സംഭവിക്കാറില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫോട്ടോയിൽ കാഴ്ചക്കാരനെ വായിച്ചെടുക്കാൻ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു വിഷയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ഫ്രെയിം എന്താണെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ആ ഫ്രെയിമിനകത്ത് ഒരു വിഷയം കൈകാര്യം ചെയ്തിരിക്കുക. ആ ഫ്രെയിം കാഴ്ചക്കാരനുമായിട്ട് സംവദിക്കുന്നതായിരിക്കണം. ഇതിനെയാണ് നമ്മൾ ഫോട്ടോഗ്രാഫിയിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രെയിം പറഞ്ഞു, സബ്ജക്റ്റ് പറഞ്ഞു. ഏത് ഫോട്ടോഗ്രാഫ് എടുത്താലും അതിനകത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. പക്ഷേ അത് ഫോട്ടോഗ്രാഫർ സെറ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കണം കാഴ്ചക്കാരന് മനസ്സിലാകുന്നത്. ഒരിക്കലും ഫോട്ടോഗ്രാഫർ ആനയെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ കാഴ്ചക്കാരൻ കേട്ടത് മുഴുവനും ചേനയെക്കുറിച്ചായിരുന്നു എന്ന് പറഞ്ഞതുപോലെ വിഷയം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫർ കൃത്യമായിട്ട് അയാൾ എന്താണ് അയാളുടെ മനസ്സിൽ, ഇപ്പോൾ വൈൽഡ് ലൈഫ് എന്നുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഫോട്ടോ എടുത്തപ്പോൾ
അദ്ദേഹത്തിൻ്റെ കയ്യിൽ ടെലി ലെൻസ് ഇല്ലായിരുന്നു. അദ്ദേഹം വളരെ വൈഡായിട്ടുള്ള ഒരു ലെൻസ് എടുത്തിട്ട് ദൂരെ കൂടി പോകുന്ന ഒരു ബ്ലാക്ക് പാന്തറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചീറ്റയുടെയോ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ മറ്റുള്ളവരുടെ മുന്നിൽ അയാൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കാഴ്ചക്കാരൻ അതിലൂടെ കാണുന്നത് ആ ഫ്രെയിമിനകത്ത് ചിലപ്പം വളരെ ചെറിയ രീതിയിൽ ഒരു ബ്ലാക്ക് പാന്തറോ ചീറ്റയൊക്കെ ഉണ്ടാവാം. പക്ഷേ കാഴ്ചക്കാരൻ അതിലേക്ക് ശ്രദ്ധ പോകാതെ മരങ്ങളും ചെടികളൊക്കെയുള്ള ഒരു കാട്. അപ്പോൾ ഫോട്ടോഗ്രാഫർ പറഞ്ഞു ഞാൻ വൈൽഡ് ലൈഫാണ് ചെയ്തത് എന്നാണ്, പക്ഷേ കാഴ്ചക്കാരൻ കണ്ടത് ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് വിഷയങ്ങൾ മാറിപ്പോവാതെ ഫോട്ടോഗ്രാഫർ എന്താണോ സെറ്റ് ചെയ്യുന്നത് അതേ വിഷയം, അതേ സബ്ജക്റ്റ് കാഴ്ചക്കാരൻ വായിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഫ്രെയിമിനെ അയാൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 2 കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഒന്ന് ഫ്രെയിം, രണ്ടാമത്തേത് സബ്ജക്റ്റ്. എല്ലാ ഫോട്ടോഗ്രാഫറിനും ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, പക്ഷേ അത് ഫോട്ടോഗ്രാഫർ അറിഞ്ഞുകൊണ്ട് സെറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് ആയിരിക്കണം.